ഡൽഹിയിലേക്കാണ് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ ബൽറാം രാജ്യ തലസ്ഥാനത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. രാജ്യതലസ്ഥാനത്ത് നിന്നും ഇന്ന് ഒട്ടേറെ സുപ്രധാനമായ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ്. സുപ്രീം കോടതി ഇന്ന് ഈ ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിലെ പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ഈ സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം കവർന്നു എന്ന കേസിലാണ് ഗോവർദ്ധനെ SIT അറസ്റ്റ് ചെയ്തത്. ഇതടക്കമുള്ള 2 കേസുകളിലും ജാമ്യം തേടിക്കൊണ്ടാണ് ഗോവർദ്ധൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. താൻ ഒരു അയ്യപ്പ ഭക്തനാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നുമാണ് ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ദിബാങ്കർ ദത്തു അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പാർലമെന്റ് കഴിഞ്ഞ ഈ ബജറ്റ് സമ്മേളനത്തിലെ കഴിഞ്ഞയാഴ്ച പൂർണ്ണമായും തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പ്രക്ഷുബ്ധമായിരുന്നു. ഇന്നലെയും സമാനമായ രംഗങ്ങൾ തന്നെയാണ് ലോക്സഭയിൽ ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം നൽകാത്തതിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ലോക്സഭ തടസ്സപ്പെട്ടത്. എന്നാൽ ഇന്നലെ വൈകിട്ട് സ്പീക്കർ ഓം ബിർളയുമായി പ്രതിപക്ഷ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം പ്രതികരിച്ച രാഹുൽ ഗാന്ധി ഇന്ന് തനിക്ക് സംസാരിക്കാൻ അവസരം നൽകാമെന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നും സഭ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹം തന്നെയാണ് പ്രതിപക്ഷത്തിന് ഉള്ളത് എന്നുമാണ് അറിയിച്ചത്. പ്രധാനമായും ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം അവസരം തേടിയത്. ഇന്ന് ആ വിഷയത്തിൽ അവസരം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി സംസാരിക്കും. അതിന് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മറുപടിയും ഉണ്ടാകും. അത്തരത്തിൽ ഒരു മറുപടി ഉണ്ടായാൽ കടുത്ത ആരോപണങ്ങൾ തന്നെ രാഹുൽ ഉന്നയിക്കാനാണ് സാധ്യത എന്നതിനാൽ തന്നെ വീണ്ടും ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ല എങ്കിലും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതേസമയം രാജ്യസഭയിൽ ബജറ്റ് സംബന്ധിച്ചുള്ള പൊതുചർച്ച തുടരുകയാണ്. ലോക്സഭയിൽ ബജറ്റ് സംബന്ധിച്ചുള്ള പൊതുചർച്ചയിൽ ആദ്യം പ്രതിപക്ഷ ഭാഗത്ത് നിന്നും സംസാരിക്കാൻ ശശി തരൂർ MP-യാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.